ഹായ് എവരി വൺ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന കറുത്ത പാടുകളും ചുളിവുകളും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യണ ഒരു ഓയിലും കൊണ്ടാണ്. വളരെ നാച്ചുറലായ രീതിയിൽ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 3 കാരറ്റും 3 ബീറ്റ്റൂട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് തൊലി കളഞ്ഞ് നന്നായി കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു കേട്ടോ ആദ്യം തന്നെ. എന്നിട്ട് ഞാനതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തു കേട്ടോ. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം അറിയാലോ. അപ്പോൾ പിന്നെ ഇത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം നല്ലതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ. ബീറ്റ്റൂട്ടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അതിലുള്ള വൈറ്റമിൻ സി ഒക്കെ നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആവാൻ നന്നായി ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് നമ്മുടെ സ്കിന്നിനെ നല്ല ടൈറ്റൻ ആക്കും. അതുകൊണ്ട് ചുളിവുകൾ വരാതിരിക്കാനായിട്ട് നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ ബീറ്റ്റൂട്ട്. ഇത് രണ്ടും മിക്സിയിൽ അരച്ചെടുത്തത് ഞാൻ എണ്ണ കാച്ചാനുള്ള ഒരു ചീനച്ചട്ടിയിലേക്ക് തട്ടി കൊടുത്തു കേട്ടോ. വെള്ളം തീരെ ചേർക്കരുത് കേട്ടോ, വെള്ളം ഇല്ലെങ്കിലും നമുക്കിത് മിക്സിയിൽ അരഞ്ഞു കിട്ടും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു. ഇത് രണ്ടും അരച്ചത് മുങ്ങി കിടക്കണ അത്രയുള്ള അളവാണ് കേട്ടോ കോക്കനട്ട് ഓയിൽ എടുത്തത്. എന്നിട്ട് ഞാനിത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊരു 7-8 മണിക്കൂർ നമുക്കിങ്ങനെ വെക്കാം കേട്ടോ. ഇത് എണ്ണയിൽ കിടന്നിട്ട് നന്നായി ഒന്ന് കുതിർന്ന് വരണം. വേണമെങ്കിൽ ഒരു ഓവർനൈറ്റൊക്കെ വെക്കാം, എന്നിട്ടെടുത്താലും മതി കേട്ടോ. ഞാനിതൊരു 6 മണിക്കൂറാണ് കേട്ടോ എടുത്ത് വെച്ചത്. രാവിലെ ഒരു 9 മണിക്ക് വെച്ചിട്ട് പിന്നെ ഒരു 3 മണിയാകുമ്പോഴത്തേക്ക് എടുത്തപ്പോൾ ദാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇതിൻ്റെ നിറമൊക്കെ കുറേയൊക്കെ എണ്ണയിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു കേട്ടോ. ഞാൻ അടുപ്പിലാണ് വെച്ചത്, സ്റ്റൗവിലല്ല. അപ്പോൾ പിന്നെ ചെറുതീയിൽ ഇങ്ങനെ ആക്കാമല്ലോ. ഇത് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ നന്നായി തിളച്ച് വന്നു. അടുക്കി പിടിക്കാതെ നോക്കണം കേട്ടോ. നമ്മൾ തലയിൽ തേക്കാൻ എണ്ണ മുറുക്കില്ലേ, അതുപോലെ തന്നെ ഇതും ചെയ്യാം കേട്ടോ. ഇതൊരുവിധം മൂത്ത് പരിവായി വരുമ്പോൾ ചേർക്കേണ്ട 3 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ. അത് ആദ്യത്തേത് മഞ്ചിഷ്ട പൗഡർ എന്ന് പറയും, പിന്നെ രക്തചന്ദനത്തിൻ്റെ പൊടി, പിന്നെ കസ്തൂരി മഞ്ഞൾ. ഈ മഞ്ചിഷ്ട എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലത്തെ പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ആക്കുകയും ചെയ്യും, ഒരു പ്രത്യേക ഗ്ലോ കൊണ്ടുവരും കേട്ടോ നമ്മുടെ സ്കിന്നിൽ. പിന്നെ ഈ രക്തചന്ദനം നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഈ കസ്തൂരി മഞ്ഞൾ നമ്മുടെ വീട്ടിലുണ്ടായതാണ് കേട്ടോ. ഞാനത് കഴിഞ്ഞ വേനൽക്കാലത്ത് ഉണക്കി പൊടിച്ച് വെച്ചതാണ്. ഇത് നമ്മുടെ സ്കിന്നിലെ ടാൻ മാറ്റാനും എന്തെങ്കിലും അലർജിയൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. നോർമൽ മഞ്ഞൾപ്പൊടി എടുക്കാതെ നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. നമുക്ക് കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പൊടിയായിട്ടും കിട്ടും, ഉണക്കി വെച്ച അങ്ങനത്തെ ആയിട്ടും കിട്ടും കേട്ടോ. അത് നമുക്ക് കൊടുന്ന് പൊടിച്ചാലും മതി. അപ്പം നമ്മൾ നേരത്തെ അടുപ്പിൽ വെച്ചിട്ടുള്ള എണ്ണ ഏകദേശം ഈ പരിവായിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ മൂത്തു. അതിൻ്റെ ബബിൾസൊക്കെ വരൽ നിൽക്കണ ആ ടൈമുണ്ടല്ലോ, ആ ടൈമിൽ വേണം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഈ 3 സാധനങ്ങളുണ്ടല്ലോ, അത് 3ഉം ഓരോ ടേബിൾ സ്പൂണാണ് കേട്ടോ ഞാനിതിലേക്ക് എടുത്തത്. അത് ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ മഞ്ചിഷ്ട പൗഡർ ഇട്ടു, പിന്നെ രക്തചന്ദനത്തിൻ്റെ പൊടി ഇട്ടു, പിന്നെ കസ്തൂരി മഞ്ഞളും ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് നന്നായി ഇങ്ങനെ തിളച്ച് പൊന്തി വരും ആ ടൈമിലൊന്ന്. അത് പിന്നെ പൊടികളായതുകൊണ്ട് വേഗം മൂത്ത് വരും കേട്ടോ. അതിൻ്റെ ആ തള നിൽക്കണ ആ ടൈമുണ്ടല്ലോ, തിളച്ച് വരണ ആ ബബിൾസൊക്കെ നിൽക്കണ ഒരു ടൈമുണ്ട്, അതാണ് അതിൻ്റെ മൂപ്പിൻ്റെ പാകം കേട്ടോ. കൂടുതൽ മൂത്ത് പോയാൽ എണ്ണ കറുത്ത് പോവും. അപ്പം നമ്മൾ ഏകദേശം ഈ ഒരു പരിവായിപ്പോൾ എടുത്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടത് നന്നായി ചൂടാറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് അരിപ്പ വെച്ച് അരിച്ച് ഒഴിച്ച് മാറ്റി വയ്ക്കുക. നമ്മൾ ഈ തുണിയിലൊഴിച്ച് അരിച്ചാലും മതി കേട്ടോ. അപ്പോൾ പിന്നെ വേഗം അരിച്ചെടുക്കാൻ പറ്റും. അരിപ്പയിൽ അരിച്ചെടുക്കാൻ കുറച്ചൊന്ന് ടൈം വേണം കേട്ടോ, കുറച്ച് പണിയുണ്ട്. അപ്പോൾ ഞാനിതെല്ലാം അരിച്ചെടുത്തിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഇപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ ഈ ഓയിൽ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിൽ 2-3 തുള്ളി എടുത്തിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നമുക്ക് അറിയാൻ കഴിയും കേട്ടോ.